കൊട്ടിക്കലാശം കഴിഞ്ഞു. വാക്പോരുകളും പ്രചാരണ യുദ്ധങ്ങളും അവസാനിച്ചു. നാളെ വോട്ടെടുപ്പ്. നിശബ്ദ പ്രചാരണത്തിന്റെ സമയമാണിപ്പോൾ. ഓരോ വോട്ടും നിർണായകമാകുന്ന തിരഞ്ഞെടുപ്പിൽ അത് പരമാവധി തങ്ങളിലേക്ക് എത്തിക്കാനാണ് ഓരോ മുന്നണികളും ഈ അവസാന നിമിഷം ശ്രമിക്കുന്നത്. കേരളം വിധിയെഴുതാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രം. 2021 രണ്ടാം പിണറായി സർക്കാരിന് വഴിവെച്ച തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഘടകം LDFന് അനുകൂലമായി അന്നുണ്ടായിരുന്നു. അത് സ്ത്രീ വോട്ടുകളുടെ ഒഴുക്കാണ്. ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനമാണല്ലോ കേരളം. അവിടെ തുടർഭരണം ഒരു വലിയ കാര്യം തന്നെയാണ്. 2016 അധികാരത്തിലെത്തിയ ഒന്നാം പിണറായി സർക്കാർ കാലം ദുരിതങ്ങളുടെയും അതിജീവനത്തിന്റെയും കാലയളവായിരുന്നു. നിപ, കോവിഡ്, പ്രളയങ്ങൾ എന്നിവയെല്ലാം ആ കാലയളവിൽ കേരളം കണ്ടു. ഒറ്റക്കെട്ടായി അതിനെയൊക്കെ അതിജീവിക്കുകയും ചെയ്തു. അതിന് ചുക്കാൻ വഹിച്ച ഒരു സർക്കാരിനോട് സ്വാഭാവികമായും ജനങ്ങൾക്ക് തോന്നിയ മൃദുവികാരം LDFനെ 2021 തുണച്ചു എന്ന് വേണം പറയാൻ. നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീ വോട്ടുകളുടെ സമാഹരണം അവർക്ക് അനുകൂല ഘടകമായിരുന്നു. കിറ്റ് കൊടുത്ത് വോട്ട് നേടി എന്നൊക്കെ ട്രോളുമെങ്കിലും അതൊരു വാസ്തവം തന്നെയാണ് കേട്ടോ. ആ കിറ്റിനൊക്കെ വോട്ടിന്റെ വിലയുണ്ടായിരുന്നു. 2016 അപേക്ഷിച്ച് സ്ത്രീ വോട്ടുകളുടെ എണ്ണത്തിൽ നല്ലൊരു ഇടിവ് തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്ത്രീ വോട്ടുകൾ എങ്ങനെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിയും എന്നതാണ്. ആകെ വോട്ടർമാർ 2,62,53,644 ആണെങ്കിൽ പുരുഷന്മാർ 1,31,26,028 ആണ്. സ്ത്രീകൾ 1,38,27,319. ട്രാൻസ്ജെൻഡർ 277 എന്നിങ്ങനെയാണ് കണക്ക്. പുരുഷന്മാരെക്കാൾ കൂടുതലാണ് സ്ത്രീ വോട്ടർമാരുടെ എണ്ണം. എന്നാൽ അവരുടെ നിയമസഭയിലെ പ്രാതിനിധ്യം വളരെ കുറവാണെന്നത് എടുത്തു പറയേണ്ട കാര്യമല്ലല്ലോ. 3 മുന്നണികളും കൂടി 46 വനിതാ സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത്. ഈ കണക്കുകളൊക്കെ മാറ്റി നിർത്താം. ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ വരാം. എങ്ങനെയാകും ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടുകൾ വിധി എഴുതുക? സ്ത്രീ സുരക്ഷ, സ്ത്രീ ശാക്തീകരണം, മുന്നേറ്റമൊക്കെ എല്ലാ മുന്നണികളും പറയുന്ന കാര്യമാണ്. നിലവിലെ LDF സർക്കാർ സ്ത്രീ സുരക്ഷ എന്നൊക്കെ ഇടയ്ക്കിടെ പറയാറുമുണ്ട്. എന്നാൽ അടുത്ത സർക്കാർ അധികാരത്തിലെത്തിയാൽ എങ്ങനെയാകും അതൊരു സ്ത്രീ മുന്നേറ്റ സർക്കാർ കൂടിയാകുന്നത് എന്നതാകും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്ന്. മുന്നണികൾ പറയുന്ന വാഗ്ദാനങ്ങളിൽ ഏതൊക്കെ നടപ്പാകും, നടപ്പാകില്ല എന്നൊക്കെ ഭാവിയിലെ മനസ്സിലാകൂ. ഇതിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കാൻ പോകുന്ന ഇന്ദിരാ ഗ്യാരണ്ടി വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു പദ്ധതിയാണ്. ഇന്ദിരാ ഗ്യാരണ്ടി കാർഡ് വിതരണത്തിന് ഇതിനോടകം തന്നെ തുടക്കമായി കഴിഞ്ഞു. UDF അധികാരത്തിൽ വന്നാലുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്നാണ് അവർ ഉറപ്പു നൽകുന്നത്. എന്താണ് ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളെന്ന് നോക്കാം. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം, ക്ഷേമ പെൻഷനുകൾ 3000 വർദ്ധിപ്പിക്കും. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, യുവജനങ്ങൾക്ക് ബിസിനസ് തുടങ്ങുന്നതിനായി പലിശരഹിത വായ്പ 5 ലക്ഷം വരെ, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കും. ഈ ഇന്ദിരാ ഗ്യാരണ്ടിയെ പറ്റി പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, മേൽപ്പറഞ്ഞ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ വരുന്ന വാഗ്ദാനങ്ങളെല്ലാം അടിസ്ഥാനപരമായി ജനങ്ങളുടെ ക്ഷേമത്തിന് മുൻതൂക്കം കൊടുത്ത് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ളതാണ്. ഇങ്ങനെയുള്ള ആകർഷണീയമായ പാക്കേജുകൾ ഉറപ്പായും സ്ത്രീ സൗഹൃദപരമായി കൂടി ആലോചിച്ച് വികസിപ്പിച്ചെടുത്തവയാണ്. KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര എന്നൊക്കെ പറയുമ്പോൾ അത് അത്ര നടപ്പിലാകുന്ന കാര്യമാണോ എന്നൊക്കെ പരിഹാസവും ആശങ്കയും ഒക്കെ ഉയരുന്നുണ്ട്. എന്നാൽ ഇതിനൊരു മറുവശമുണ്ട്. ആ പണം നമ്മുടെ മാർക്കറ്റുകളിലേക്ക് തന്നെയാണ് വരിക. മനസ്സിലായില്ലേ? സ്ത്രീകൾ പണം ഇങ്ങനെ മിച്ചം പിടിച്ചാൽ അത് മറ്റേതെങ്കിലും ഉപകാരപ്രദമായ കാര്യത്തിലേക്ക്, മാർക്കറ്റിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്ന്. പ്രത്യക്ഷത്തിൽ ഇത് കളിയാക്കാൻ തോന്നിയാലും ദീർഘവീക്ഷണമുള്ള കാര്യം ആണിതെന്ന് ഒരു നിരുത്തി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ ഇത്തവണ UDF മികച്ച വാഗ്ദാനങ്ങളാണ് നടത്തുന്നത്. കാരുണ്യ ബെനവലന്റ് ഫണ്ട്, ശ്രുതി തരംഗം തുടങ്ങിയ പദ്ധതികൾ പുനരാരംഭിക്കുന്നു. BPL കുടുംബങ്ങളിലെ രോഗികൾക്ക് ഡയാലിസിസ് സൗജന്യമാക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള ഷീ ഹോസ്പിറ്റലുകൾ ആരംഭിക്കും. ജിപ്മർ മാതൃകയിൽ ബില്ലില്ലാത്ത ആശുപത്രികൾ സ്ഥാപിക്കും. ആശുപത്രികളിൽ എത്തുന്ന രോഗികൾക്ക് ബെഡ് അവരുടെ അവകാശമാക്കി മാറ്റും. ഇതൊക്കെയാണ് UDF മുന്നോട്ട് വയ്ക്കുന്ന ആരോഗ്യ മേഖലയിലെ വികസനങ്ങൾ. 2021 LDFന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ ക്ഷേമ പെൻഷനുകൾ 2500 ആക്കും എന്നതായിരുന്നു. എന്നാൽ 1600 നിന്ന് ഒടുവിൽ 2000 ആക്കുകയായിരുന്നു അവർ. അതായത് മുൻപ് പറഞ്ഞ വാഗ്ദാനം അവസാന കാലത്തിൽ പോലും അവർക്ക് പൂർണ്ണമായും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാ ക്ഷേമ പെൻഷനുകളും 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് ഇപ്പോൾ അവർ എന്നാൽ വാഗ്ദാനം നൽകുന്നുമുണ്ട്. ഇത് UDF ഉയർത്തുന്ന പ്രധാന ഡിഫൻസ് പോയിന്റ് ആണ് LDFനെതിരെ.
UDF പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചാൽ അതൊരു മികച്ച വിഷൻ തന്നെയാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് വേണം പറയാൻ. പ്രതിപക്ഷ നേതാവ് പറയുന്ന തരത്തിൽ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്ന സംസ്ഥാനത്ത് 100 സീറ്റുകൾക്ക് മുകളിൽ നേടി അധികാരം നേടാൻ UDFന് സാധിച്ചാൽ അത് മുന്നോട്ടുള്ള ഈ പ്രഖ്യാപനങ്ങളുടെ പോസിറ്റീവ് സിഗ്നലിന് കാരണമാകും. അവർ തന്നെ പറയുന്നത് പോലെ ആദ്യ മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് അവർ ഊന്നൽ നൽകും. ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ സ്ത്രീ വോട്ടർമാർ UDFന് അനുകൂലമായി ചിന്തിച്ചാൽ അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. വികസന മാതൃകകൾ അടിത്തട്ടിൽ നിന്ന് തുടങ്ങുമ്പോൾ അത് ദീർഘവീക്ഷണത്തോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ത്രീകൾക്കല്ലാതെ മറ്റാർക്കാണ്? അതുകൊണ്ട് തന്നെ UDFന് അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ വിധി എഴുതും എന്നാണ് അവരുടെ കണക്കുകൂട്ടലും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.